നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ചെല്ലത്തുമ്പപ്പൂകൾ നിറയോണമായി തുമ്പതൻ ചോട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയോണമായി ആവണിപ്പാടം നീളേ പൂവുകൾ തേടി തേടി. ഉത്രാടപ്പാച്ചിലേക്ക് മലയാളം. തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കങ്ങൾ. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം. ശബരിമലയിൽ ഭക്തജന തിരക്ക്. കേട്ടാൽ അല്പം നമുക്കൊന്ന് സങ്കടം വരും. പക്ഷേ പൂവിട്ട് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. അതാണ് സ്ഥിതി. ചേട്ടാ, എങ്ങനെയാ പൂവിനൊക്കെ വില? പൂവിലേക്ക് 3000 രൂപയായി. ഇന്ന് അതിനെയും കാട്ടി കൂടുന്ന കോളാണ് കാണുന്നത്. അപ്പൊ എത്ര വരെ ആകുമായിരിക്കും? ഒരു 4000 രൂപ പോണ കോളുണ്ട്. 4000 രൂപ 1 കിലോ മുല്ലയ്ക്ക്. ഓണവിപണിയെ പൊള്ളിച്ച് മുല്ലപ്പൂ വില. കിലോയ്ക്ക് 750 നിന്ന് 3000 വില ഇനിയും ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ. യാത്രക്കാരെ വലച്ച് ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനം വൈകുന്നു. 10 മണിക്കൂർ കഴിഞ്ഞിട്ടും പുറപ്പെട്ടില്ല. ഓണത്തിന് നാട്ടിലേക്ക് എത്തേണ്ടവരടക്കം പ്രതിസന്ധിയിൽ. ജയിൽ മോചിതനായ ശേഷം കളം നിറയാൻ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ ഇന്ന് അഭിസംബോധന ചെയ്യും. യെച്ചൂരിക്ക് വിട നൽകാൻ രാജ്യം. പൊതുദർശനം രാവിലെ 11-ന് AKG ഭവനിൽ. വിലാപയാത്രയ്ക്ക് ശേഷം വൈകിട്ട് എയിംസിന് ഭൗതിക ശരീരം കൈമാറും. ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തം. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. കണ്ണൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കാർ ഇടിച്ച് റോഡിൽ കിടന്ന് രക്തം വാർന്നു മരിച്ചു. നിർത്താതെ പോയ കാർ പോലീസ് കസ്റ്റഡിയിൽ. ഉത്രാടം ദിനമാണ് ഇന്ന്. ഉത്രാട ദിന ആശംസകൾ. നാടെങ്ങും ഉത്രാടപ്പാച്ചിലാണ്. ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചെങ്കിലും തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടാനുള്ള പാച്ചിലാണ്. പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയുമെല്ലാം തിരക്കേറിക്കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനും തിരുവനന്തപുരത്തും ചേരും. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, കൊച്ചി നിവാസികൾക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ്. എല്ലായിടത്തെയും പോലെ ഒരുപാട് വിപണികളുള്ള ഒരു സ്ഥലമാണ്. എന്താണ് പൊതുവെയുള്ള സാഹചര്യം അവിടെ? രഞ്ജിത്ത്, നാട് ഉത്രാടപ്പാച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങളുള്ളത് പച്ചക്കറി മാർക്കറ്റിലാണ്. പക്ഷെ ഇവിടുത്തെ അതായത് ഉത്രാടത്തിന് മുൻപാണ് ഈ ഭാഗത്തുള്ള തിരക്ക് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ അവസാന വട്ട സാധന സാമഗ്രികളൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഓടുന്നവരൊക്കെയും അത് നാട്ടിൻപുറത്തുള്ളവരും നഗരത്തിലുള്ളവരും ഒക്കെ എത്തിച്ചേർന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ വലിയ തിരക്ക്, അതായത് തിരക്കായി വരുന്നതേ ഉള്ളൂ. അതായത് 10-11 മണിയോട് കൂടിയാണ് ഇവിടെ വലിയ തിരക്ക് എന്ന് തന്നെയാണ് ഇവിടുത്തെ കച്ചവടക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലേക്ക് നാടും നഗരവും കടന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ വിഷമഘട്ടങ്ങൾ ഉണ്ടായാലും മലയാളികൾ ഒരുമിക്കുന്ന, ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെ ആയാലും നാട്ടിലെത്തി അല്ലെങ്കിൽ വീടിനോടൊപ്പം വീട്ടിലുള്ളവരോടൊപ്പം നാട്ടുകാരോടൊപ്പമൊക്കെ ഓണം കൂടാൻ എത്തുന്ന ആളുകളൊക്കെയാണ് ഈ അവസാന ഘട്ടത്തിൽ. അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിൽ ലീവ് കിട്ടിയിട്ടും അവസാന ഘട്ടത്തിൽ ഈ സാധന സാമഗ്രികളൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ്. ഇപ്പം നമുക്കറിയാം ഈ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായാലും വീട്ടമ്മമാർ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഒരുങ്ങി വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാകും. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ അവസാന ഒരുക്കത്തിലേക്ക്, അതായത് ചേർക്കേണ്ട സാധനങ്ങൾ, വാങ്ങിക്കൂട്ടേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനായി നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് വിഷ്വലിൽ തന്നെ കാണാം തകൃതിയായിട്ട് കച്ചവടം നടക്കും. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ വളരെ ഡള്ളാണ്, വളരെ ഡള്ളാണ്.
ഒരു 5-6 വർഷത്തിന് ശേഷം ഏറ്റവും വില കുറവുകൾ ഇപ്പോഴാണ്. നല്ല വില കുറവുണ്ട്. ഭയങ്കര വില കുറവ്. അതിനാണ് രഞ്ജിത്തെ, പച്ചക്കറിക്കൊക്കെ വളരെ വിലക്കുറവുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഓണവിപണിയെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നും സിവിൽ സപ്ലൈസും ഒക്കെ വില കൂട്ടിയ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പച്ചക്കറി വിപണിയിൽ അത്ര വലിയ കൂടുതലൊന്നും കാണുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ കച്ചവടത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, നമുക്ക് എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ വളരെ മോശമാണ്, കുറവാണ്. പച്ചക്കറിയുടെ വിലകളൊക്കെ അറിയില്ല, വില അവർക്ക് പച്ചക്കറി കടക്കാരത്ത് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ തരത്തില്. അതായത് കൊച്ചി മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ കണക്കെടുത്താൽ തന്നെ അവർ പറയുന്നത് വളരെ കുറവ് വിൽപ്പന നടന്ന ഒരു വർഷമാണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷെ പച്ചക്കറിക്കും അതുപോലെ തന്നെ ഈ വർഷമാണ് ഏറ്റവും കുറവ് വില വിപണിയിൽ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ അത്ര കണ്ട്, പച്ചക്കറി വില കൊണ്ട് അത്ര കണ്ട് സാധാരണക്കാരെ ഓണം ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഒരുക്കങ്ങളൊക്കെ ചേട്ടാ വില നോർമലി കുറവാണ്. വിലയൊക്കെ ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് വളരെ കുറവാണ് വില. ഓണമൊക്കെ എന്തായി? ഓണം അങ്ങോട്ട് ആയിട്ടില്ല, ശരിയായിട്ട് കച്ചവടം കറക്റ്റായിട്ടില്ല. ഒരു 2-3 വർഷമായി ഇപ്പോൾ കറക്റ്റായിട്ട് ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു ഇത് വന്നിട്ട് ഈ വർഷം അങ്ങനെ തന്നെ. ഓൺലൈൻ ബിസിനസ് വന്നതോടുകൂടി മൊത്തം ഡൗൺ ആയി മാർക്കറ്റ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലായിട്ടും ഇപ്പോൾ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വരുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു 1 കിലോ മുളക് പറഞ്ഞാലും വെണ്ടക്ക പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ എത്തുന്ന ഒരു സംഭവമാണ്. മാർക്കറ്റിലൊന്നും ഈ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്. എല്ലാവർക്കും ഇത് തന്നെയാണ് രഞ്ജിത്ത് പറയാനുള്ളത്. അതായത് പച്ചക്കറി വില കുറഞ്ഞത് വ്യാപാരികളെ ബാധിച്ചിട്ടുണ്ട്. അതായത് വില നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം തക്കാളിക്കൊക്കെ കിലോയ്ക്ക് 30 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ്. അത്ര വലിയ വില കൂടുതലൊന്നും ഇതിൽ കാണുന്നില്ല. ഇഞ്ചിക്ക് 1 കിലോ 50 രൂപ 80 രൂപ ആ ഒരു കണക്കിലൊക്കെയാണ് വില പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് പച്ചക്കറി വിപണി നാട്ടുകാരെ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നവരെ അത്ര കണ്ട് രൂക്ഷമായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് കൂടെ ചോദിക്കാം. ചേട്ടാ, ഓണം നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ കൊല്ലം ഓണം വളരെ ചീപ്പ് റേറ്റാണ്. ഇപ്പൊ എല്ലാ കൊല്ലവും വലിയ വിലക്കയറ്റം പറഞ്ഞു. വിലക്കയറ്റമൊന്നുമില്ല, ചെറുതായിട്ടുള്ള മാത്രമേ. ഇപ്പൊ പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ, പച്ചക്കറിയൊക്കെ ധാരാളം വന്നേക്കാണ്. ഇപ്പൊ ആക്കും വേണ്ട പച്ചക്കറി കൊന്നു കൂടിയാണ്. ഓണം പുഷ്ടിയാകട്ടെ, ഓണം നല്ല ആഘോഷമായിട്ട് നോക്കട്ടെ. ശരി, ഓക്കെ. അത് കച്ചവടക്കാരെ ബാധിച്ചു എന്ന് പറയുമ്പോഴും അത് വാങ്ങുന്ന ആൾക്കാർ, അതായത് സാധാരണക്കാരെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് കൂടുതലും ഈ ഏരിയയിലേക്ക് വരുന്നത്. മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ഈ ഏരിയയിലേക്ക് വരുന്നത്. അപ്പൊ അവരെ വിലക്കയറ്റം അത്ര കണ്ട് വിലക്കുറവ് അവർക്ക് ആശ്വാസകരമാണ് എന്നൊരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഈ പറയുന്ന ഭാഗത്തേക്ക് ഈ ഉത്രാടപ്പാച്ചിലിന് ഇപ്പം ഈ 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ വിപണി തുറക്കാൻ രാവിലെ ഈ സാധനങ്ങളൊക്കെ എത്തുന്നതിന്റെ തിരക്കായിരിക്കും. പക്ഷെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ ഒക്കെ ആയിരുന്നു, അതായത് പൂരാടത്തിന്റെ അന്നായിരുന്നു കൂടുതൽ തിരക്കെന്നാണ് ഇവരും പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾ സാധനങ്ങളൊക്കെ അടുപ്പിക്കാനുള്ള തിരക്കിൽ അല്ലെങ്കിൽ ഈ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾ പെടാതെ അത് അത്ര കണ്ട് കൺജസ്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ഇന്നലെ പർച്ചേസ് ചെയ്ത് പോയ സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നും ആളുകൾ വരും, ഇന്നും ഇതുപോലെ വിപണി സജീവമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൊച്ചിയിലെ ഒരു സ്ഥിതി അതാണ്. എന്തായാലും രാവിലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് സാധനങ്ങളൊക്കെ വന്ന് അത് സെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ കച്ചവടത്തിന് ആളുകൾ വരുന്നു. അത് ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഇവിടുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ കേൾക്കുന്നത് പോലെ വലിയ വിലക്കുറവിലാണ് ഇപ്പോൾ പച്ചക്കറിക്ക്, വലിയ വിലക്കുറവാണ്. അതേസമയം പൂവിപണിയെ പറ്റി അങ്ങനെയല്ല നമ്മൾ കേട്ടത്. ഈ 2 സാധനങ്ങളാണല്ലോ പ്രധാനമായിട്ട് ഓണത്തിന്, പൂവും പച്ചക്കറിയുമാണല്ലോ നമുക്ക് ഓണത്തിന് നമ്മൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത്. വസ്ത്രവിപണി വേറെ, എന്നിരുന്നാൽ പോലും രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വലിയ ഓണത്തിരക്കിലാണ്, ഉത്രാട തിരക്കിലാണ് കൊച്ചിയും പരിസരവും എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്തും സമാനമായ തിരക്കുണ്ട്. തിരുവോണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ തയ്യാറാകുന്നവർ മുല്ലപ്പൂവിൻ്റെ വില കേട്ടാൽ ഞെട്ടുമെന്നതാണ് ഈ ഓണക്കാലത്തെ ഒരു പ്രയാസപ്പെടുത്തുന്ന വാർത്ത. 3 ദിവസം മുൻപ് കിലോയ്ക്ക് 750 രൂപ മാത്രമുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഇന്ന് 3000 രൂപയാണ്. ഒരു മുഴത്തിന് 200 രൂപ. മുല്ലപ്പൂവിൻ്റെ വില ഇനിയും കൂടുമെന്ന് തന്നെയാണ് വ്യാപാരികളും പറയുന്നത്.
തിരുവോണത്തിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം തിരുവോണത്തെ വരവേൽക്കുന്നതിനു വേണ്ടി അവസാനവട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മലയാളികൾ. സ്വാഭാവികമായി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, പച്ചക്കറിക്ക് ഇത്തവണ വലിയ വിലവർധന ഉണ്ടായിട്ടില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിലയേ ഉള്ളൂ സാധനങ്ങൾക്കെല്ലാം. പക്ഷേ പൂക്കളുടെ കാര്യം അങ്ങനെയല്ല. മുല്ലപ്പൂവിന്റെയൊക്കെ വില കേട്ടാൽ അങ്ങ് ഷോക്ക് അടിക്കും. അതുപോലെയാണ് വില. ചേട്ടാ, മുല്ലയ്ക്ക് എങ്ങനെയാ വില? മുല്ല ഇന്നലെ 3000 രൂപയായിരുന്നു. മുഴത്തിന് എത്ര? മുഴ ഇന്നലെ ഒരു 200 രൂപ. 200 രൂപയാണ് ഒരു മുഴ. അതിന്റെ പെട്ടെന്ന് കൂടിയത് പൂ കിട്ടാത്തതുകൊണ്ടാണോ? ഒരാഴ്ച വരെ വളരെ വില കുറവായിരുന്നു. ഇന്നലെയും ഇന്നുമാണ് ചെലവുണ്ടായിട്ട് വില കൂടുതലും. അത് ചെടിയിൽ പൂക്കണ പൂവല്ലേ കായ്ക്കുള്ളൂ. അത് വില ഒരുപാടൊരു ചെലവ് വരുമ്പോൾ സാധനം വില കൂടും. എവിടെയാണ് നിങ്ങൾ എടുക്കുന്നത് പൂ? എവിടെ? നമുക്ക് തോവളാണ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ബാക്കിക്കൊക്കെ മഞ്ഞ ജമന്തിക്കൊക്കെ എങ്ങനെ? മഞ്ഞ ജമന്തിയൊക്കെ വില കുറവില്ല. കിലോ 100 രൂപയൊക്കെ ഉള്ളൂ. അതിനാണ് ഏറ്റവും കുറവ്. അതിനാണ് ഏറ്റവും കുറവ്. വാടാമുല്ല കിലോ 200, 250. വെള്ള ജമന്തിയോ? വെള്ള ജമന്തി 300 രൂപ. 300. കോഴിവാലം പൂവോ? കോഴിവാലം പൂ 180. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ്? മിക്സ് ചെയ്ത് ഒരു ചെറിയ അത്തത്തിനൊക്കെ ഒരു 200 രൂപയ്ക്കെല്ലാം കൊടുക്കും. 200 രൂപയ്ക്ക് ആളുകളെ പറഞ്ഞ പോലെ കൊടുക്കും. മെനിയാന്ന് ഒരു കിലോ 700 രൂപയായിരുന്നു. അതിന്റെ തലേദിവസം 900 രൂപയായിരുന്നു. ഇന്നലെ ടപ്പന് 2400 രൂപ. ഇന്നൊരു 3 രൂപയെങ്കിലും ആവും. അപ്പോൾ അതാണ് സാഹചര്യം. മുല്ലപ്പൂവിന്റെ വില അടിക്കടി വർദ്ധിക്കുകയാണ്. നാളെ രാവിലെ വരെ അത് അങ്ങനെ തന്നെയായിരിക്കാം. ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൂക്കച്ചവടക്കാരൊക്കെ പറയുന്നത്. മറ്റ് പൂക്കൾക്കൊന്നും അത്രയ്ക്ക് വലിയ തരത്തിൽ വില കൂടിയിട്ടില്ല. പിന്നെ 400 രൂപയുള്ളത് ഈ വെള്ള ജമന്തിക്കാണ്. മറ്റ് പൂക്കൾ സ്വാഭാവികമായി ഈ അത്തം നിറയ്ക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന മറ്റ് പൂക്കൾ അത് ഏതാണ്ട് 200 രൂപയ്ക്ക് ഇതുപോലെ കിറ്റുകൾ കിട്ടും. ചെറിയൊരു അത്തം തയ്യാറാക്കാൻ 200 രൂപയുടെ കിറ്റ് കൊണ്ട് കഴിയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപ്പം ഈ കിറ്റിന്റെ വിലയും കൂടുവോ? എല്ലാം കൂടെ ഉള്ളത് എല്ലാം കൂടെ ഒരു 200 രൂപയ്ക്കെല്ലാം നമ്മൾ കണക്കിന് കൊടുക്കും. ചില ആൾക്കാർ പറഞ്ഞ പോലെയൊക്കെ കൊടുക്കും. ഒരു 100 രൂപ കൊണ്ടുവന്നാലും കൊടുക്കും, 50 രൂപ കൊണ്ടുവന്നാലും കൊടുക്കും. ഇന്നലെ ഇത്രയും കൂടുന്ന അറിയായിരുന്നോ? ഇന്നിങ്ങനെ ഒരു അല്ല, അത് 2 ദിവസം കൂടും. ഓണം ലാസ്റ്റ് ദിവസം നമുക്ക് കൂടും. ഈ 10ന്റെ നല്ല വില കൂടും. അപ്പൊ ഇന്ന് കൂടാൻ ഏറ്റവും സാധ്യതയുള്ള മുല്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത വില കൂടാനുള്ള. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ. പക്ഷേ വില എത്രയായാലും മുല്ലയൊന്നും ഒഴിവാക്കിയിട്ട് ഒരു അത്തപ്പൂവിനെ കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി അത് കൃത്യമായി കച്ചവടക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വില മുല്ലയ്ക്ക് വന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. 800-ൽ നിന്ന് പെട്ടെന്ന് 900, 900-ൽ നിന്ന് പിന്നീട് അതങ്ങ് 2400, ഏറ്റവും ഒടുവിൽ 3000. ഒരു മുഴം മുല്ലപ്പൂവിന് 200 രൂപ എന്നതാണ് സ്ഥിതി. സ്വാഭാവികമായി മുല്ലപ്പൂ എത്ര അധികം വിലയാണെങ്കിലും ഒരു മുഴം മുല്ല കൂടി ഇല്ലാതെ അത്തം പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും ഇത്രയധികം വിലയാണെങ്കിലും മുല്ലപ്പൂ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്രാട ദിനത്തിലെ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ശീവേലിക്ക് ശേഷം ചുവട്ടിലാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ കാഴ്ചക്കുല സമർപ്പിച്ചു. കാഴ്ചക്കുല സമർപ്പണം എന്നത് ഓരോ ഭക്തന്റെയും ആത്മസമർപ്പണം കൂടിയാണ്. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. കന്നിമാസ പൂജകൾ കൂടിയുള്ളതിനാൽ തുടർച്ചയായി 9 ദിവസം ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ട്. കന്നിമാസ പൂജകൾക്ക് ശേഷം സെപ്റ്റംബർ 21-നാണ് നട അടയ്ക്കുക. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഓണസദ്യ നൽകും. ഉത്രാടത്തിന് ശബരിമല മേൽശാന്തിയുടെയും തിരുവോണത്തിന് ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയാണ് ഓണസദ്യ. ഇടവേള. ഒരു കാര്യം പതിവ് തെറ്റിയില്ല. ഇക്കുറിയും സംഗീത പ്രേമികൾക്ക് ഓണസമ്മാനം ഒരുക്കിയിരിക്കുകയാണ് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഹൃദയഹാരിയായ ഓണപ്പെരുമയെ ഓർമ്മപ്പെടുത്തുന്ന ഗാനമാണ് ഇക്കുറി ഓണസമ്മാനമായി മാസ്റ്റർ ഒരുക്കിയത്. കൂടത്തിന്റെ ചോട്ടിൽ പതുങ്ങണ കണ്ടോ, മഞ്ഞളരച്ച
വരച്ച് മുഖത്ത് തേച്ച് മുക്കുറ്റി നിക്കണ കണ്ടോ. ആധുനിക ലോകത്തിന്റെ തിരക്കുകളിൽ അന്യമാകുന്ന ഒത്തുചേരലുകളുടെ ഗൃഹാതുരത്വം പങ്കുവയ്ക്കുന്ന ഗാനം ഓണപ്പെരുമ മറക്കരുതേ എന്ന സംഗീത ആൽബം സ്വന്തം സംഗീതത്തിൽ വിദ്യാധരൻ മാസ്റ്റർ ആലപിക്കുന്നു. മുറ്റത്തെ തെച്ചിക്കും നാണം വന്നേ മെയ്യാകെ ചോന്നത് കണ്ടോ. ഓണം കൊള്ളാനൊരു മൂലം വന്നേ ഓടിവാ മക്കളെ ഓടിവായോ. ഈ പുതിയ തലമുറയിലത്തെ കുട്ടികൾക്കൊക്കെ പഴയ ആചാരങ്ങളും ഓണം എന്ന് പറയുന്നതിൻ്റെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ധാരണയില്ല. ഉണ്ടെങ്കിലും അതിനവർക്ക് നേരില്ല. ഈ ലാപ്ടോപ്പും മൊബൈലൊക്കെ ആയിട്ടുള്ള കളികൾ തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അത് ഈ കുടുംബ ബന്ധങ്ങളോ അച്ഛനോ അമ്മയോ സഹോദരനോ അമ്മായിയോ അമ്മാവനോ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണത്തിന് ചേരുന്നത് അവർക്കൊന്നും അതിന് വലിയ താല്പര്യമില്ല. അവർ ഈ പൂ കൂടെ കൊണ്ടുപോയിട്ട് ഓരോ തൊടികളിൽ പോയിട്ട് പൂ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇലയൊക്കെ മുറിച്ച് ഓണൊക്കെ വെച്ച് അങ്ങനെ ഒരു ആഘോഷം ഉണ്ടാവാറില്ലേ. അതുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് പൂ പോലും കിട്ടാനില്ല. ശശികല ഭീമാനൻ രചന നിർവഹിച്ച ഗാനോപഹാരത്തിന്റെ നിർമ്മാണം പ്രസൂൽ രാമസ്വാമിയാണ്. ഓർക്കസ്ട്രേഷൻ രാജേഷ് ദാസ്. ക്യാമറയും സംവിധാനവും എഡിറ്റിംഗും പ്രശസ്ത സംവിധായകൻ കൂടിയായ സുദീപ് ES നിർവഹിക്കുന്നു. ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നത് മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. തമ്മിലെല്ലാവരും ഒന്നു ചേർന്ന് പൊന്നോണത്തപ്പനെ കാണുവാനായി മാനുഷരെല്ലാരും ഒന്നെന്ന കാര്യം ഓണത്തിനെങ്കിലും ഓർത്തിടണ്ടേ. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 2 അവാർഡുകളാണ് ഓണക്കാലത്ത് വിദ്യാധരൻ മാസ്റ്റർ തേടിയെത്തിയത്. ഇക്കുറി ഓണം ഇരട്ടി മധുരം എന്ന് വിദ്യാധരൻ മാസ്റ്റർ. 2 അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. 1 അവാർഡ് കിട്ടി, ഒരു മാസത്തിനുള്ളിൽ വേറെ ഒന്നും കൂടി തരാം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം ഇല്ല. ഇപ്പോൾ എനിക്കത് പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ക്രിയകൾ എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം വന്നു ചേരും. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയുന്നതാണ്. പുതിയ പാട്ടുകൾക്ക് ജീവൻ നൽകുമ്പോഴും നാവിൻ തുമ്പിൽ ഒഴുകുന്നുണ്ട് ആ പഴയകാലം. എല്ലാം നിറവല്ലം നിറ വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിൽ പൊൻകതിരേ വാ. ന്യൂസ് 18 തൃശൂർ. ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തരമലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താർ ഗ്രഹസന്ദർശനം നടത്തുന്നത്. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മണിക്കിലുക്കം കേൾപ്പിച്ച് തിരുവോണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ വന്നെത്തി. ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിലെത്താറുള്ളത്. കുട്ടികളാണ് കോലമണിയുക. മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവട് വെച്ചാണ് ഓണത്താർ എത്തുന്നത്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീടുകളിലെത്തുന്ന ഓണത്താർ തെയ്യം പാട്ടിന്റെ അകമ്പടിയോടെ പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കും. മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറുമ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേൽക്കുന്നു. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. ഇങ്ങനെ ഈ ചിങ്ങമാസത്തിലാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത്. പൊന്നോണത്തിനോടനുബന്ധിച്ച് ഓണത്തിനോടനുബന്ധിച്ചാണ് ഐശ്വര്യം വരുന്നത്. അതുകൊണ്ട് അത്തം മുതൽ 10 ദിവസങ്ങളിലായിട്ട് ഈ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഓണത്താർ വരുന്നത്. അങ്ങനെ ഇപ്പം ഇത് ലോപിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ജില്ലകളിൽ ഈ വടക്കൻ മേഖലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഇപ്പം കാഞ്ഞങ്ങാട്, നീലേശ്വരം ഇങ്ങനെ 2-3 ഏരിയയിൽ മാത്രമേ ഇതില്ലൂ. നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തയിലേക്ക്. ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെ കയ്യേറ്റ ഭൂമിയുടെ അതിർത്തി ഉദ്യോഗസ്ഥർ നിർണ്ണയിച്ചു നൽകി. വിവാദ ഭൂമി മുൻപ് കൈവശം വെച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മൈജോ ജോസഫാണ് അപേക്ഷ നൽകിയത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ LR മനോജാണ്. സ്ഥലം തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി നൽകിയത് താലൂക്ക് സർവേയർ ബിപിൻ രാജാണ്. 354.9 ഹെക്ടർ വരുന്ന
ഉണ്ടായിരുന്ന പാറ പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. IG കെ സേതുരാം അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തൽ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഇന്ന് രാജ്യം അവസാനവട്ട യാത്രയയപ്പ് നൽകുന്ന ദിവസമാണ്. ഇന്നലെ ഡൽഹിയിലെ വസതിയിലെത്തിച്ച മൃതദേഹം ഇന്ന് രാവിലെ 11 മണിയോടെ പൊതുദർശനത്തിനായി AKG ഭവനിലേക്ക് കൊണ്ടുപോകും. വിലാപയാത്രയാണ് മൃതദേഹം AKG ഭവനിലേക്ക് എത്തിക്കുക. രാഷ്ട്രീയ നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇവിടെ പൊതുദർശനം അനുവദിക്കും. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, 11 മണി മുതലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപാട് പേർ എത്തും യെച്ചൂരിയെ അവസാനമായി കാണാൻ. മറ്റ് വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇന്ന് അവസാനമായി രാജ്യം യെച്ചൂരിക്ക് വിലാപയാത്ര നൽകുകയാണ്. ഇന്ന് 5 മണി വൈകിട്ടോടുകൂടി തന്നെ എയിംസിലേക്ക് കൊണ്ടുപോകും. AKG ഭവനിൽ എത്തിച്ച ശേഷം പൊതുദർശനത്തിന് ശേഷം വിലാപയാത്ര നൽകി വൈകിട്ടോടുകൂടി തന്നെ എയിംസിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ യെച്ചൂരിയെ ഡൽഹിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്ത് ഇറക്കുകയാണ്. ഇങ്ങോട്ട് AKG ഭവനിലോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷമായിരിക്കും വൈകിട്ടോടുകൂടി തന്നെ എയിംസിലോട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിന്, അവരുടെ ശാസ്ത്രീയമായ പഠനത്തിന് വേണ്ടിയിട്ട് ഭൗതിക ശരീരം വിട്ടു നൽകും. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. അത് പ്രകാരമാണ് ഭൗതിക ശരീരം വിട്ടു നൽകുന്നത് പഠനത്തിന് വേണ്ടിയിട്ട്. എന്തായാലും ഇന്നലെ JNUവിൽ നമ്മുടെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും മറ്റ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. ബൃന്ദ കാരാട്ട്, പ്രകാശ്, എല്ലാവരും എത്തിയിരുന്നു. ബൃന്ദ കാരാട്ടിൻ്റെയൊക്കെ ഒരു JNU പഠനകാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ ഒരു വേദനയും അവർ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇന്നലെയും ഇന്നുമൊക്കെയായി ആ പൊതുദർശനത്തിൽ ഇന്നലെ ഡൽഹിയിൽ എത്തിച്ചപ്പോഴും JNU ക്യാമ്പസിൽ ആ സമയത്ത് നല്ല മഴയായിരുന്നു. പക്ഷേ അതിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് അവസാനമായി ഒരു ലാൽ സലാം പറയാനോ അല്ലെങ്കിൽ യെച്ചൂരിക്ക് ഒരു യാത്രയയപ്പ് കൊടുക്കാൻ അവിടെ അത്രയും ജനങ്ങൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ AKG ഭവനിൽ ഇന്ന് അങ്ങനെ തന്നെ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ തന്നെ ആയിരിക്കും. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പൊതുജനങ്ങളെല്ലാം എത്തിച്ചേരും. അതിനുശേഷം എയിംസിലോട്ട് ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തിക്കും. രഞ്ജിത്ത്, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മദ്യനയ അഴിമതി കേസിൽ ജയിൽ മോചിതനായതോടെ സജീവമായി ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചോടെയാണ് 5.5 മാസത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ടോടെ തിഹാർ ജയിലിൽ നിന്ന് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. യാത്രക്കാരെ ദുരിതത്തിലാക്കി ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനം. ഇന്നലെ രാത്രി 8:55 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 12 മണിക്കൂറിന് ശേഷം പുറപ്പെട്ടു. വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ ബഹളം വെച്ചു. വൈകുന്നതിലുള്ള കാരണവും അധികൃതർ കൃത്യമായി അറിയിച്ചിരുന്നില്ല. പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാലത്തിന്റെ പരിശോധന പൂർത്തിയായി. ഒക്ടോബർ 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടൽപ്പാലം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ 22 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാമേശ്വരത്തേക്കുള്ള തീവണ്ടി സർവീസ് പുനരാരംഭിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പാലം പണിയുന്നത്. 2.05 കിലോമീറ്ററാണ് പാലത്തിന്റെ ദൈർഘ്യം. കണ്ണൂരിൽ കാർ ഇടിച്ചു വീണ ബൈക്ക് യാത്രികൻ റോഡരികിൽ രക്തം വാർന്ന് മരിച്ചു. വിളക്കോട് സ്വദേശി TK റിയാസാണ് മരിച്ചത്. 20 മിനിറ്റോളം റിയാസ് റോഡിൽ രക്തം വാർന്നു കിടന്നു. അപകടം നടന്നത് ഇന്നലെ രാത്രിയിലാണ്. നിർത്താതെ പോയ കാർ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.